ഈ 11th 12th എവിടെ പഠിച്ചത്? എങ്ങനെയാ പഠിച്ചത്? ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂളിൽ. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്കൂൾ, അവിടുത്തെ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ഗവൺമെന്റ് സ്കൂളാണ്. 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം എങ്ങനെയായിരുന്നു? 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം ആയിരുന്നു. 10ാം ക്ലാസ്സിൽ മലയാളം മീഡിയം, എന്നിട്ട് സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ 11th 12th. എന്നിട്ട് 11th വെച്ചിട്ട് അങ്ങനെ തോട്ടേ ഉണ്ടായിട്ടില്ല മെഡിക്കൽ എൻട്രൻസ്. അത് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിന്റെ കൂടെ ക്രാക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ടായിരുന്നു, താത്ത പണ്ട് യൂസ് ചെയ്ത്. അപ്പൊ അതിലിങ്ങനെ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടമായി ക്വസ്റ്റ്യൻ ചെയ്യാൻ. അങ്ങനെ ചെയ്ത് നോക്കി. ഇനി അല്ലാണ്ട് ഭയങ്കരമായിട്ട് പ്രിപ്പറേഷൻ. ഫിസിക്സ് കെമിസ്ട്രി കുറച്ച് ക്വസ്റ്റ്യൻ 11th ചെയ്ത് നോക്കിണ്ടായിരുന്നു. 11th ചെയ്ത് ഫിസിക്സ് മാത്രം, കെമിസ്ട്രി കെമിസ്ട്രി ബോർഡ് എക്സാമിന്റെ ആ ടൈമിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹം. അപ്പൊ ഞാൻ ഈ എക്സാമിന്റെ ഇടയിൽ ബ്രേക്ക് കിട്ടുമല്ലോ, ഒരു 1 വീക്ക് ഗ്യാപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിലിങ്ങനെ വെറുതെ ഇരിക്കാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ പിന്നെ സ്കൂളിൽ പൊതുവെ പുറത്തിറങ്ങാനൊന്നും ഇഷ്ടമില്ലാത്തവരാണ്. ഞാൻ ബ്രേക്കിന്റെ ടൈമിൽ ഇങ്ങനെ ചെയ്യാനുള്ള സ്കൂൾ വർക്കൊക്കെ ഞാൻ അപ്പൊ തന്നെ തീർക്കും. കൂട്ടുകാരൊക്കെ ചെറുതായിട്ട് പ്ലസ് 1 പ്ലസ് 2 നമ്മൾ പഠിക്കുന്നത് എന്താണ്, അതന്നെയാണല്ലോ നീറ്റിനുള്ളത്. അപ്പൊ അതിന്റെ കൂടെ ടൈം കിട്ടും. കാരണം ഞാൻ കുറെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് 2-ലെത്തിയപ്പോൾ. എന്താണ് ആ ടൈമിൽ കുറച്ചും കൂടി ചെയ്താൽ തീരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു. ഞാൻ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നല്ലപോലെ ഒന്ന് ഇരിക്കാൻ തുടങ്ങിയത്, പ്ലസ് 2 ബോർഡ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ എനിക്കിങ്ങനെ തോന്നിന്, കാരണം കുറെ ടൈം ഉണ്ട്, എനിക്ക് കുറെ വെറുതെ വേസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചിനി, അപ്പോൾ എന്തായാലും ടൈം കിട്ടും കുറച്ച്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയാൽ ഞാൻ തുടക്കത്തിൽ കിട്ടൂലേനി. അപ്പം ഞാൻ ഇങ്ങനെ സൊല്യൂഷൻ നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കി വീണ്ടും ഒന്നും കൂടി ചെയ്യാൻ നോക്കും. അങ്ങനെ തന്നെ നല്ല ടൈം എടുത്തിനി. ഞാൻ ഒരു ദിവസം ഒരു 100 ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ഇനി പോയി. ഈ സമയത്തൊക്കെ പേരൻസിന്റെ ഒക്കെ റോളും അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റ്, വീട്ടിലുള്ള ആൾക്കാർ അതൊക്കെ എങ്ങനെയായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ? ഓരോ പറഞ്ഞാൽ ഇൻ്റെ എല്ലാ ഡിസിഷനും അവർ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഇൻ്റഗ്രേറ്റഡ് പോവാൻ പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഞാൻ തന്നെ അവരോട് പറഞ്ഞത്, ഇൻ്റഗ്രേറ്റഡിൻ്റെ. അപ്പോൾ അതൊക്കെ ഇന്നെ എല്ലാത്തിലും എക്സാം എഴുതാനും ഇൻ്റർവ്യൂക്കൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോഴും ഓക്കെ എൻ്റെ ഇഷ്ടം. ഞാൻ ഇവിടെ 10th പഠിക്കുമ്പോൾ ഞാൻ റെഡ് കാർപ്പറ്റിന് വന്നത്. ഇവിടുത്തെ അപ്പൊ കണ്ടപ്പോ എനിക്ക് അന്ന് വരെ അഭിനന്ദ ഓലൊക്കെ തോന്നുന്നുണ്ട്. അവരൊക്കെ സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങണൊക്കെ ഞാൻ കണ്ടില്ല. അപ്പൊ എനിക്ക് എന്തായാലും റിപ്പീറ്റ് ചെയ്യണം. അത് കണ്ടപ്പോ എനിക്ക് എന്തായാലും റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോൾ പിന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തതാണ്. കാരണം എനിക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു ബാരിയറൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് ക്ലാസ് ഉണ്ട് നോട്ട് വായിച്ച് എന്നിട്ട് നേരെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനായിരിക്കും. എനിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ടൈം എടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കുറവേനി. ഞങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട്. അതായത് നേരത്തെ തുടങ്ങിയതിന്റെ ഒരു അഡ്വാൻറ്റേജ് സാധനങ്ങളൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ മേ ബി ഹോം സിക്നസ് പോലെയുള്ള കാര്യങ്ങളോ അങ്ങനെ പല പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. എന്തായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഓവർകം ചെയ്യാണ്ടായിരുന്ന ചലഞ്ച് എന്തായിരുന്നു? ഡെയിലി ഒരു 11 hour 12 hour ഒന്നും ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പോസിബിൾ അല്ല. കാരണം ഞാൻ അങ്ങനെ ഇരിക്കാത്ത ഒരാളായതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇടങ്ങേറായി. അപ്പം പിന്നെ ഇങ്ങനെ നമ്മൾ ഷെഡ്യൂളിൽ തന്നെ ഒരു 11 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ ഇരുന്ന് കുറേ ഇങ്ങനെ ഔട്ടായി ഇങ്ങനെ പോകും, വെറുതെ ഇരിക്കും, സ്വപ്നം കണ്ടിട്ട് അങ്ങനെ ഇരിക്കും. ഒരു ഫോക്കസ് ആയി ഇരുന്ന് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയി. അതിങ്ങനെ റെഡിയായി വരും, ഓട്ടോമാറ്റിക്കലി റെഡിയായി വരും. നമ്മൾ അതിന് കൂടെ ഇങ്ങനെ പോയി കൊടുത്താൽ മതി, റെഡിയായി. ഞാൻ ഇരിക്കാത്ത ആളാണെന്ന് പറയുന്നുണ്ട്, പണ്ട് പോലെ ഇരിക്കരുതെന്ന് പറയുന്നുണ്ട്. അതന്നെ, ഞാനൊരു 11 മണിക്കൂർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം അരമണിക്കൂർ ഫുഡ് ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിലല്ലേ ഞാൻ ഇരുന്നില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള ടൈമിൽ ഫുഡ് കഴിച്ച് വന്നിരുന്ന് പിന്നെ കുറച്ച് നേരം അങ്ങനെ പോയിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ ഞാൻ ഇതുവരെ ചെയ്തു. ഇല്ല, അത് ഞാൻ റിയലൈസ് ചെയ്ത കുറച്ചുകൂടി അവസാനത്തേക്കാണ്. ഈ റിവിഷൻ്റെ ടൈമിലൊക്കെയാണ് ഓർഗാനിക് NCERT ഒക്കെ വായിക്കാൻ തുടങ്ങിയത്. അതിന് റീനീറ്റ് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയി. NCERT-ന് കുറച്ചുകൂടി ബന്ധം ഉണ്ടാക്കാൻ പറ്റിയ റീനീറ്റിന്റെ സമയത്താണ്. അതിന് മുന്നേ അങ്ങനെ നോക്കിയിട്ടൊന്നുണ്ടായിരുന്നില്ല. ഇഫത്ത് ഡിഫറെന്റ് ആണ്. 11th 12th തന്നെ ഒരു ചെറിയൊരു അംബീഷൻ വെച്ചിട്ടുണ്ട്. അത് സാറൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഇതാണ്. പക്ഷെ സ്റ്റിൽ അങ്ങനത്തെ ഒരു സംഗതി എന്താ പറയാനുള്ള അങ്ങനത്തെ 11th 12th നമ്മളിപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങളൊരു റീടെസ്റ്റ് ജേർണി കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. ഞാനൊക്കെ കോൺസെപ്റ്റ്സ് അപ്പം തന്നെ അത്യാവശ്യം നല്ല ക്ലിയർ ചെയ്തിനി. അപ്പം
അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. കുറച്ചുകൂടി പ്രിപ്പറേഷനുകൾ കൊണ്ടുപോയാൽ റിപ്പീറ്റിങ്ങിൻ്റെ ടൈമിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ സ്ട്രെസ് അടിച്ചിരിക്കില്ല. അത്രയ്ക്ക് പ്രശ്നം എനിക്കങ്ങനെ ബാക്കിയുള്ളവരെക്കാട്ടി കുറച്ചും കൂടി പ്രശ്നം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് സൂപ്പർ മെൻറ്ററൊക്കെ ആവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ?